ഹായ് കൂട്ടുകാരെ, മഴത്തോരും മുൻപ് സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അലീനയും കൃഷ്ണമോളും കൂടി നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട് അലീനയോട്, ചേച്ചി ഇവിടെ നിന്ന് പോകേണ്ട എന്നൊക്കെ പറയുകയാണ്. ഒത്തിരി സങ്കടത്തോട് കൂടിയിട്ടാണ് കേട്ടോ കൃഷ്ണമോൾ നിൽക്കുന്നത്. അപ്പോൾ അലീന പറയുകയാണ്, ഞാൻ പോയാൽ ഇവിടേക്ക് വൈജയന്തി മേഡം വരുള്ളൂ, അല്ലെങ്കിൽ വരില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ കൃഷ്ണമോൾ പറയാണ്, അമ്മ ഇവിടേക്ക് വന്നാലും അതെ ഇവിടെ നല്ല രീതിയിലാവില്ല, അച്ഛനും ഒത്തിട്ട് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ചേച്ചി ഇവിടെ എന്തായാലും വേണം എന്നൊക്കെ പറയാണ്. അതിന് ഞാനിവിടെ ഉണ്ടെങ്കിൽ അമ്മ ഒരിക്കലും ഇങ്ങോട്ട് ഈ വീട്ടിലേക്ക് വരില്ല എന്നൊക്കെ അലീന പറയാണ് കേട്ടോ. അങ്ങനെ അലീന കുറേ കൃഷ്ണമോളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. പിന്നീട് അവിടെ നിന്ന് ബബിതയുടെ അടുത്തേക്കാണ് അലീന പോകുന്നത്. അപ്പോൾ റൂം തുറന്ന് നോക്കുമ്പോൾ ബബിത ഇരുന്നിട്ട് കരയുകയാണ്. അപ്പോൾ എന്തിനാ മോളെ കരയുന്നതെന്ന് ചോദിക്കുകയാണ് അലീന. അപ്പോൾ ബബിത ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ അലീനയ്ക്ക് മനസ്സിലാവാണ് താൻ പോകുന്നതിനുള്ള വിഷമത്തിലാണ് ബബിത ഇരുന്ന് കരയുന്നത് എന്നൊക്കെ. അങ്ങനെ ബബിതയും പറയുകയാണ്, പോവേണ്ട ചേച്ചി ഇവിടെ നിന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയൊക്കെയാണ്. പിന്നീട് ബബിത അങ്ങനെ ഒരു ബാഗ് എടുത്തിട്ട് അലീനയ്ക്ക് കൊടുക്കുകയാണ്. അതിൽ നിറയെ ഡ്രസ്സുകളാണ്, കുറേ സാരിയും അതുപോലെ തന്നെ ജീൻസും ടോപ്പും, അങ്ങനെ അലീന ഇതുവരെ ഇടാത്ത ടൈപ്പ് ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇനി ചേച്ചി ഇതേപോലത്തെ ഡ്രസ്സുകളൊക്കെ ഇട്ടാൽ മതി, നല്ല സ്റ്റാൻഡേർഡായിട്ട് നല്ല രീതിയിൽ ചേച്ചി നിൽക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അലീനയ്ക്ക് അതൊക്കെ കേട്ടിട്ട് സങ്കടമാവുകയാണ് കേട്ടോ. ഇത്രയും കെയർ ചെയ്യല്ലേ, അപ്പോൾ അത് കേട്ടിട്ട് സങ്കടമാവണം. ബബിത അത്രയും വെറുപ്പിൽ നിന്ന് ബബിതയ്ക്ക് ഒരു ഇഷ്ടം വന്ന് തുടങ്ങിയതായിരുന്നു. അപ്പോഴാണ് അലീന അവിടുന്ന് പോകുക എന്നുള്ള ഇതിലേക്ക് എത്തുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ അവിടേക്കൊരു പോലീസുകാരൻ വരുന്നുണ്ട്. അപ്പോൾ ആ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, നീ എവിടേക്കാണ് പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കുളത്തൂർ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അലീന അവരോട്. പിന്നീട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് അലീന. അപ്പോൾ അവിടേക്ക് കൃഷ്ണമോൾ വരികയാണ്. അപ്പോൾ കൃഷ്ണമോൾ പറയാണ്, ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് ചേച്ചി എന്ന് പറയാണ്. അപ്പോൾ ഇന്ന് ഞാനല്ലേ ഉണ്ടാക്കാറ് മോളെ, ഇന്നും ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് പറയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറഞ്ഞേ, ഇന്ന് ഞാൻ ഉണ്ടാക്കാം, ചേച്ചി ഉണ്ടാക്കണ്ട എന്ന് പറയാണ് കേട്ടോ കൃഷ്ണമോൾ. അപ്പോൾ അലീന ചോദിക്കേണ്ട ഒഴിവാക്കുകയാണല്ലേ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അലീന. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, ആരാണ് ആരെ ഒഴിവാക്കുന്നതെന്നൊക്കെ എല്ലാവർക്കും ഇവിടെ അറിയാമെന്നൊക്കെ പറയാണ് കേട്ടോ. ഒത്തിരി സങ്കടമാണ് കൃഷ്ണമോൾക്ക് അലീന പോകുന്നത്. അലീനയ്ക്കും വിഷമമുണ്ട്. അങ്ങനെ പിന്നീട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്, ബാലചന്ദ്രനും എല്ലാവരും കൂടിയിട്ട്. പക്ഷെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നൊന്നുമില്ല കേട്ടോ, എല്ലാവർക്കും ഭയങ്കര സങ്കടത്തിലാണ്. പിന്നീട് അങ്ങനെ ബാലചന്ദ്രൻ അലീനയെ റൂമിലേക്ക് വിളിക്കുകയാണ്. അങ്ങനെ അലീന റൂമിൽ ചെല്ലുകയാണ്. അങ്ങനെ റൂമിൽ ചെന്നത് അലീനയ്ക്ക് ഒരു പുതിയ നല്ല വില കൂടിയ സാരിയും അതുപോലെ തന്നെ ആഭരണങ്ങളൊക്കെ കൊടുക്കുകയാണ്, ഒരു മാലയൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ ഇടാൻ പറയുകയാണ്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇതൊക്കെ, ഞാൻ എന്താ പറയുക, ഇങ്ങനത്തെ ഡ്രസ്സുകളൊന്നും ഇടാറില്ലല്ലോ എന്നൊക്കെ പറയുകയാണ്, ഇത്ര വില കൂടിയ ഡ്രസ്സൊന്നും ഉപയോഗിക്കാറില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ നീ ഇന്ന് പോവുമല്ലേ, അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ നല്ല രീതിയിൽ പോകണം എന്നൊക്കെ പറയുകയാണ്. ഇതിപ്പോൾ നീ ഇട്ടിട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അലീന അത് ഇടുന്നുണ്ട് പോയിട്ട്. അപ്പോൾ അലീനയ്ക്ക് തന്നെ ഒരു ഇത് തോന്നുകയാണ്, ഞാൻ ആകെ ആൾ മാറിയല്ലോ എന്നൊക്കെയുള്ളൊരു ഇത് തോന്നുകയാണ് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ എല്ലാവരും വന്ന് നോക്കുകയാണ്. അങ്ങനെ അലീനയെ കണ്ടിട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമാവുന്നുണ്ട് കേട്ടോ, സാരി നെക്ലേസൊക്കെ ഇട്ടിട്ട്. പിന്നെ അലീന ചോദിക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് സെർവൻ്റായിട്ടല്ലേ പോകുന്നത്, അതിനെന്തിനാ ഇങ്ങനത്തെ ഇത്രയും വില കൂടിയ ഡ്രസ്സും ആഭരണങ്ങളും എന്നൊക്കെ ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ അലീന. പുതിയൊരു വീട്ടിലേക്ക് നീ പോവുമല്ലേ, അപ്പം നല്ല രീതിയിൽ തന്നെ പോകണം അവിടെ. എന്നിട്ട് അലീനയുടെ കയ്യിൽ ബാലചന്ദ്രൻ ഒരു പാസ്ബുക്കും അതുപോലെ തന്നെ കുറച്ച് ക്യാഷൊക്കെ കൊടുക്കുകയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ പറയുകയാണ്, ഇത് നീ കൈ വെച്ചോ, അതുപോലെ തന്നെ ഇനി ഇത് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇട്ട് തരാം, നിനക്ക് കുറേ പൈസ ഒന്നും തരാത്തത്, നീ അത് വല്ല ഓർഫനേജിലും കൊണ്ടുപോയി കൊടുക്കുകയുള്ളൂ, അതുകൊണ്ടാണ്, ആവശ്യത്തിനൊക്കെ എല്ലാതും ആവാം എന്ന് വെച്ചാൽ നീ പക്ഷെ അങ്ങനെയല്ല, നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ദാനം ചെയ്യുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ തരാത്തതെന്നൊക്കെ പറയാണ് കേട്ടോ. പിന്നീട് അലീന ചിന്തിക്കുന്നുണ്ട് കേട്ടോ, ഞാൻ ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ എങ്ങനെയാണ് വന്നത്, ഒരു കവറിൽ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്, പഴയ ഡ്രസ്സും കയ്യിലെടുത്തിട്ടാണ് വന്നത്. ഇപ്പോൾ എനിക്ക് എന്തൊക്കെ ഒരു സൗഭാഗ്യമാണ് കിട്ടിയിരിക്കുന്നതെന്നൊക്കെ ഓർക്കണം കേട്ടോ. അതുപോലെ തന്നെ ആ വീട്ടിലേക്ക് പോകാൻ ബാലചന്ദ്ര അവൾക്ക് പുതിയ ബാഗും വസ്ത്രങ്ങളും എല്ലാം വാങ്ങിക്കൊടുക്കണം. അതുപോലെ തന്നെ അനിയത്തിമാർ നല്ല സ്നേഹത്തിലാണ് കേട്ടോ. അതുപോലെ ബ്ലൗസൊക്കെ കറക്റ്റ് ഇതാക്കി കൊടുത്തത് കൃഷ്ണമോൾ പറഞ്ഞു കൊടുത്തതാണ്. അങ്ങനെ എല്ലാതും അവർ അവളെ അത്രയും നല്ല രീതിയിലാണ് നോക്കുന്നത്. എവിടെ നിന്നോ
ഒരു ഓർഫനേജിൽ നിന്ന് വന്നിട്ട് അവൾ ഇത്രയും സൗഭാഗ്യത്തിൽ അവിടെ കഴിഞ്ഞതൊക്കെ അവൾ ഓർക്കുകയാണ് കേട്ടോ. പിന്നെ ബാലചന്ദ്രൻ അങ്ങനെ ഇതെല്ലാം കൊടുത്ത് അവൾ സാരി കൊടുത്ത് നിൽക്കുന്നത് എല്ലാവരും കണ്ട് സന്തോഷിച്ച് നിൽക്കുകയാണ്. അവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് തീരുന്നത്. നാളത്തെ എപ്പിസോഡ് ഞാൻ ചാനലിൽ മുന്നേ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യും.